أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية الله أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. അതായത് ഇവിടെ ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് വിട്ടുപോകുന്ന മനുഷ്യന്റെ ഭൗതികതയുടെ പിന്നിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ സ്വന്തം വലിപ്പത്തരത്തിന്റെ മശംബദരായ മനുഷ്യന്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളും അവർക്ക് സംഭവിച്ചു പോയ നാശത്തിന്റെ സൂചനകളുമൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഇവിടെ പറയുന്നത് വലിയവനായ അവനിലേക്കുള്ള ഉദാഹരണവും സൂചനയാണ്. യഥാർത്ഥത്തിൽ വലിയവൻ ആരാണ്? അവനാണ് വലിയവൻ. നിങ്ങൾ വിചാരിക്കാണ് ഇവിടെ മനുഷ്യനെ നിസ്സാരപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എന്തുകൊണ്ടാണ് മനുഷ്യനെ നിസ്സാരപ്പെടുത്തുന്നത്? ഞാൻ മഹാനാണെന്ന് ധരിക്കാം. സത്യത്തിൽ അവൻ എന്ത് മഹാനാണ്, അവൻ എന്ത് കഴിവുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞുകൊണ്ട് ആളുകൾ വരുമ്പോൾ ഇവർ കളവാക്കും കളിയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവള് കളിയാക്കുന്നത്? ഞങ്ങളാണ് യോഗ്യന്മാർ എന്ന അവരുടെ ധാരണയാണ് മറ്റുള്ളവരെ കളിയാക്കാനുള്ള മാനദണ്ഡം. അതിന്റെയൊക്കെ പിന്നെ അത്തരം ജനതകൾ കെട്ടടങ്ങിപ്പോയ ചരിത്രത്തിലേക്കുള്ള സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. നന്മക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയ ആളുകളുടെ മഹത്വത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവര് മഹാന്മാരാവുന്നത് എന്തുകൊണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ഇനി പറയുന്നത്. അവരെന്തുകൊണ്ട് അവര് നേരിന് വേണ്ടി ഒരാൾ മരിച്ചാൽ അയാൾ ഏറ്റവും മഹാനാണ്. എന്തുകൊണ്ട് അയാൾ മരിച്ചത്? നേരിന് വേണ്ടിയാണ്. നേര് എന്നാൽ എന്താണ്? അള്ളാഹുവിന്റെ മാത്രമാണ് നേര്. കാരണം ഫാഇൽ അവൻ മാത്രമാണ്. കർമ്മി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഒരാളേ ഉള്ളൂ. അതാരാ? അല്ലാഹു. വല്ലാഹു ഖലഖകും വമാ തഅമലൂന. നിങ്ങളെയും നിങ്ങളെ കർമ്മങ്ങളെയും പടച്ചത് അല്ലാഹു. അപ്പോൾ പിന്നെ മനുഷ്യൻ ഇവിടെ സത്യത്തിൽ പണി എന്നൊരു സാധനം ഇല്ല. അപ്പൊ ഇവിടെ ഒരാൾക്കും ഒരു പ്രശംസക്കും അധികാരമില്ല. ഒരാളെ പ്രശംസിക്കുന്നത് കേട്ടാൽ അവന്റെ മുഖത്തേക്ക് മണ്ണ് വലിച്ചെറിയണമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. കാരണം മനുഷ്യൻ ഇവിടെ പണിയില്ല. പണിയില്ലാത്തവൻ എന്തിനാ പ്രശംസിക്കുന്നു? വല്ലാഹു ഖലഖകും വമാ തഅമലൂന. നിങ്ങളെയും നിങ്ങളെ കർമ്മത്തെയും പടക്കുന്നത് അല്ലാഹു. പിന്നെ നിങ്ങൾക്ക് എന്താ പണി? പണിയില്ലാത്തവന് മാത്രം വായിക്കുന്നതിനാ. സൗന്ദര്യത്തിന്റെ മേൽ ഹുസ്ന ഖുബഹ ഇല്ല എന്നാണ്. സൗന്ദര്യത്തിന്റെയും വൈരൂപ്യത്തിന്റെ പേരിലും ഹുസ്ന ഖുബഹ ഇല്ല. അതായത് അവരെ പ്രശംസിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യേണ്ടതില്ല. ഒരാൾ വലിയ സുന്ദരനായത് അയാളെ മാത്രമല്ല. ഒരാൾ ഭംഗിക കോലം കെട്ടത് അയാളുടെ മോശമല്ല. ഒരു നിലക്ക് ഒരാൾ ചെയ്യുന്ന നന്മയും അങ്ങനെ തന്നെയാണ്. അതിന്റെ പേരിലും അയാൾക്ക് വല്ലാതെ ഇവിടെ പ്രശംസിക്കേണ്ട ഒന്നുമില്ല. കാരണം നന്മയുടെ ആളും ആരാണ്?
വല്ലാഹു ഖലഖക്കും ഖലഖക്കും അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. വമാ തഅമലൂന നിങ്ങളുടെ കർമ്മങ്ങളെയും പടച്ചത് അല്ലാഹുവാ. അപ്പോൾ പിന്നെ ഇവിടെ വലിയവൻ എന്നൊരാളേ ഉള്ളൂ. അതാരാ? ജല്ല ജലാലായ അല്ലാഹു മാത്രമാണ്. ഒരൊറ്റ ആളെ ഇവിടെ വലിയൊരാളുള്ളൂ, ബാക്കിയൊക്കെ ചെറിയവരാണ്. എല്ലാം ചെറിയ ആളുകളാണ് എല്ലാവരും. ഒരു ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിന്റെ പേരിൽ അല്ലാഹു തന്റെ മെഹബൂബിന് എത്ര ദിവസമാണ് വഹി മുടക്കിയത്? തന്റെ മെഹബൂബായ സയ്യിദുനാ മുഹമ്മദ്. ഈ മെഹബൂബാണെങ്കിലും മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കപ്പെടേണ്ട ആളാണ്. വഹുവ മുഹമ്മദുൻ ഫിൽ അർളി വമുഹമ്മദുൻ ഫിസ് സമാഇ വമുഹമ്മദുൻ ഫിൽ ലൗഹി വമുഹമ്മദുൻ ഫിൽ ഖലമി വമുഹമ്മദുൻ ഇൻദൽ മലായിക വമുഹമ്മദുൻ ഇൻദൽ അർശ് വമുഹമ്മദുൻ ഫിൽ അസ്രി വൽ അബദ് വമുഹമ്മദുൻ ഫിൽ ഖദമി വൽ ഹദീസ്. എവിടെയും പ്രശംസിക്കപ്പെടുന്ന ആളാണ് മുഹമ്മദ്. ഈ മനുഷ്യനെയാണ് അല്ലാഹു തആല വഹി മുടക്കിയത്. എന്തിന്റെ പേരിൽ? മൂന്ന് ചോദ്യം ചോദിച്ചു വന്നു ഖുറൈശികൾ. അപ്പോൾ സഉഖ്ബിറുക്കും ഗദൻ, നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞില്ല? പിന്നെയോ പിന്നെ വഹി മുടങ്ങി. സയ്യിദുനാ ജിബ്രീൽ പിന്നീട് വന്നപ്പോൾ എന്താ ഗുണദോഷിച്ചാൽ തുടങ്ങിയത്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻഷാ അല്ലാഹ്. മേലാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഒരു വാക്ക് മുണ്ടിപ്പോകരുത്. ചിന്തിക്ക്. ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം തൗഹീദാണ്. ഇവിടെ ഒരു പണി ആർക്കുമില്ല. ആർക്കേ പണിയുള്ളൂ? എന്താണ് ഉറങ്ങുന്നത്? ആർക്കേ പണിയുള്ളൂ? അല്ലാഹുവിന് മാത്രം. മനുഷ്യനൊരു പണിയില്ല. എന്ത് പണിയാണ് മനുഷ്യനുള്ളത്? എന്താ? അപ്പോൾ പിന്നെ മനുഷ്യനെന്താ പണി? അപ്പൊ എന്താ മൂല്യരെ മനുഷ്യന് പണി എന്താണ്? മനുഷ്യന് ഒരു പണി നിയ്യത്ത് ചെയ്യലാണ്. നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമ്മളെ കർമ്മം സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. അപ്പൊ പിന്നെ നമ്മളെ ഇടയിൽ എന്താ പണി? നമുക്ക് നിയ്യത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്ന് ഇഖ്ലാസോടുകൂടെ കരുതുക. അപ്പോൾ അതാരും നടത്തും. അതിലേക്ക് അവന്റെ മശീഅത്ത് ബന്ധിച്ചാൽ അവൻ നടത്തും. അവന്റെ മശീഅത്ത് ബന്ധിച്ചില്ലെങ്കിലോ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാ മാഷാ അല്ലാഹു കാൻ, അവൻ ഉദ്ദേശിച്ചത് ഉണ്ടാവും. വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിക്കാത്തതോ ഉണ്ടാവില്ല. വലാ ഹൗല വലാ ഖുവത. അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഇവിടെ വലിയവൻ ഒരാളേ ഉള്ളൂ, അവൻ ജല്ല ജലാലായ സുബ്ഹാനാഹു. ചിന്തിക്ക്. അതുകൊണ്ടാണ് നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അമലിനേക്കാൾ പ്രധാനം നിയ്യത്താണ്. അമലിനേക്കാൾ കൂലി എന്തിനാണ്? നിയ്യത്തിനാണ്. അമൽ അല്ലാഹുവിന്റെ പണിയാണ്. മിൻ അമലിഹി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അമല നിയ്യത്താണ് പ്രധാനം. മിൻ അമലിഹി, അമലിനേക്കാൾ നിയ്യത്ത് അവൻ ചെയ്യേണ്ടതാണ്. അമൽ നടത്തി തരുന്നത് അല്ലാഹുവാണ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ, അല്ലാഹു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കണം എന്ന് വിചാരിച്ചു, അത് നമ്മുടേതാണ്. നീ നിസ്കാരം നടക്കണമെങ്കിൽ ആര് ചെയ്യണം? അല്ലാഹു ചെയ്യിപ്പിക്കണം. വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല. പിന്നെ അതിന്റെ വാക്ക് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനുഷ്യൻ ഒരു കഴിവില്ല. ഒരു ആരാധനയിലേക്ക് മുന്നേറണമെങ്കിലും ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ആര് വേണം? وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ആയത്തുല്ലൗമ, അല്ലാഹുവിലേക്കുള്ള ദൃഷ്ടാന്തമാണ്, തെളിവാണ്. എല്ലാ ഫായിലും അല്ലാഹുവാണ് എന്നതിനുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, തെളിവാണ്. അല്ലർദുൽ മൈതത്തു, മരിച്ചു കിടക്കുന്ന ഭൂമി. ആ ഭൂമിയെ നാം ജീവിപ്പിച്ചുവല്ലോ.
ചത്തുകിടക്കുന്നതായ ഭൂമിയെ നാം ജീവിപ്പിച്ചു. മനുഷ്യ, നിനക്ക് എന്ത് കഴിയും? ചിന്തിക്കുക. മഴ പെയ്യിപ്പിക്കാൻ മനുഷ്യന് കഴിയുമെന്ന്, ശാസ്ത്രത്തിന് കഴിയുമെന്ന് 10 കൊല്ലം മുമ്പ് ശാസ്ത്രം വീരവാദം മുഴക്കിയിരുന്നു. പിന്നെന്താ ശാസ്ത്രം മഴ പെയ്യിപ്പിക്കാഞ്ഞത്? 10 കൊല്ലം മുമ്പ് അങ്ങനെ ഉണ്ടായി. മഴ പെയ്യിപ്പിക്കാനും മഴ പെയ്യുന്നത് നിർത്താനും ശാസ്ത്രത്തിന് കഴിയുമെന്ന് വീരവാദം മുഴക്കിയത്. ചൈനയിൽ ഒളിമ്പിക്സ് നടന്നപ്പോൾ ശാസ്ത്രം അങ്ങനെ ചെയ്തു കാണിക്കുകയും ചെയ്തു. മഴ നിർത്തി. അതൊക്കെ മനുഷ്യന് കഴിയുമെന്ന് മനുഷ്യൻ പറഞ്ഞിരുന്നു. എന്നിട്ട് മഴ പെയ്യിപ്പിക്കാഞ്ഞു? ശാസ്ത്രം മഴ പെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന നേട്ടത്തിന്റെ അനേകായിരം ഇരട്ടി നഷ്ടം സംഭവിച്ചാലേ മഴ പെയ്യിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ശാസ്ത്രം പെയ്യിപ്പിക്കുന്ന മഴ മനുഷ്യന് ഉപകാരമല്ല, നഷ്ടം. ഇത് 5 പൈസന്റെ നഷ്ടമില്ലാതെയാണ് അങ്ങനെ ഇറക്കി തരുന്നത്. ജല്ല ജലാലായ സുബ്ഹാനെ, അവനാണ് മഹാൻ. അതും അവൻ മേലെ കയറ്റിച്ച വെള്ളം ഇറക്കുക. ഇതിന് ശാസ്ത്രം ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതും ആര് തന്നെയാണ്? അവൻ ഇത്ര മഹാന. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മഴ പെയ്യിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന് പറഞ്ഞ് ശാസ്ത്രം പറഞ്ഞിരുന്നു. പിന്നെ മഴ പെയ്യിപ്പിക്കാൻ, മഴ പെയ്യിപ്പിച്ചിട്ട് ഉണ്ടാകുന്ന നേട്ടത്തിന്റെ അനേകായിരം ഇരട്ടി നഷ്ടം എന്തിന്? ശാസ്ത്ര സംവിധാനങ്ങൾ വഴി മഴ പെയ്യിപ്പിക്കാൻ. അതുകൊണ്ട് ആ പണിയാണ് നിർത്തി. ഒറ്റ തവണ പെയ്യിപ്പിച്ച് പിന്നെ നിർത്തിയ പണി. കാരണം അതിന്റെ ആയിരക്കണക്കിന് ഇരട്ടി നഷ്ടം. ഇതോ 5 പൈസന്റെ പറ നഷ്ടം. അള്ളാഹുവിന്റെ നിഅമത്തിലേക്കും അവന്റെ മഹത്വത്തിലേക്കും അവന്റെ പരമാധികാരത്തിലേക്കും അവനല്ലാതെ ഒരാളും കഴിവുള്ളവരല്ല എന്നതിലേക്കും അവനാണ് മഹാൻ എന്നതിലേക്കും അവനാണ് യോഗ്യൻ എന്നതിലേക്കും ഉള്ള തെളിവാണ് അൽ അർളുൽ മൈത, മരിച്ചു കിടക്കുന്ന ഭൂമി, അഹ്യൈനാഹാ, അതിനെ നാം ജീവിപ്പിച്ചുവല്ലോ. ഏറ്റവും വലിയ തെളിവാണ്, ദൃഷ്ടാന്തമാണ്. ഈ മനുഷ്യർക്കുള്ള തെളിവാണ്. മനുഷ്യ, എന്തിനാ നിനക്ക് തെളിവ് തരുന്നത്? നീ ചിന്തിക്കുന്ന സൃഷ്ടിയാണ്, വേറുള്ള സൃഷ്ടി പോലെയല്ല. നീ ചിന്തിക്കുന്ന സൃഷ്ടിയാണ്. മനുഷ്യർക്കുള്ള തെളിവാണ്. അല്ലാറുൽ മൈതത്തും മരിച്ചു കിടക്കുന്ന ഭൂമി. മനുഷ്യർക്കുള്ള ദൃഷ്ടാന്തമാണ്. അള്ളാഹുവാണ് മുൻഇം, അവനാണ് നിഅമത്ത് ചെയ്യുന്നവൻ, അവനെ കരുത്തുള്ളൂ, അവനെ യോഗ്യതയുള്ളൂ. ആയത്തുല്ലഹും മനുഷ്യർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. എന്തിന്? അള്ളാഹുവാണ് വലിയവൻ എന്നതിന്. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത്തു മഹമിദുഹു വഅസ്സ സനാഹു. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു, വലിയവൻ. ലാ കബീറ സിവാഹു, വേറെ വലിയവൻ ഒരാൾ ഇല്ല. ഒരാളെ വലിയവനുള്ളൂ, അതാരാ? അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത് മഹാമിദുഹു വഅസ്സ സനാഹു ഹദിൽ ഇബാദി ഇലാ സനാ ഇർഫാനിഹി ലൗലാ തഫല്ലുലു മഹ്തദൗ ലിസനാഹു മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാളിൻ ഫലാ ഹുക്മുൻ യുറാ ലിസിവാഹു. അല്ലാഹു അക്ബർ, വലിയവൻ. ലാ കബീറ സിവാഹു, വേറൊരാൾ വലിയവൻ ഇല്ല. ജല്ലത്ത് മഹാമിദുഹു, അവന്റെ പ്രശംസയാണ് മേലെയായിട്ടുള്ളത്. ഇരുകാലിയെ, നിന്റെ പ്രശംസയല്ല. നിനക്ക് എന്ത് പ്രശംസയാണടാ ഉള്ളത്? നിന്റെ മസ്തിഷ്കത്തിൽ അതിൽ കോശങ്ങളെ നിറച്ചത് അള്ളാഹു ആകുന്നു. അതിൽ വിജ്ഞാനത്തിന്റെ രഹസ്യ പൂട്ടുകളെ നിറച്ചു വെച്ചത് അവനാകുന്നു.
അത് മസ്തിഷ്കത്തിലും ഹൃദയവുമായി ബന്ധപ്പെടുത്തിയത് അവനാകുന്നു. അത് പഠിക്കാൻ നിനക്ക് ഇന്ദ്രിയജ്ഞാനം നൽകിയത് അവനാകുന്നു. അത് പഠിപ്പിക്കാൻ നിന്റെ ഗുരുനാഥന് യോഗ്യത നൽകിയത് അവനാകുന്നു. അത് പറഞ്ഞു കൊടുക്കാൻ നിന്റെ നാവിന് കരുത്ത് നൽകിയത് അവനാകുന്നു. നിന്റെ ഓർമ്മയുടെ ശക്തിയുടെ അറകളിൽ കോടാനകോടി വിജ്ഞാനത്തിന്റെ കാര്യങ്ങളെ ആ സെല്ലുകളിൽ നിറച്ചു വെച്ചതും അവനാകുന്നു. അതുകൊണ്ട് ജല്ലത്ത് മഹാമിരുഹു, അവന്റെ പ്രശംസയാണ് വളർമയായിട്ടുള്ളത്. അവനാണ് യോഗ്യൻ. അല്ലാഹു അക്ബർ, ലാ കബീറ സിവാഹു ജല്ലത്ത് മഹാമിരുഹു വഅസ്സസനാഹു. ഹദിൽ ഇബാദി, അവൻ ഹിദായത്തിന്റെ അടിമകളെ നയിക്കുന്നവനാണ്. ഇലാ സനാ ഇർഫാനിഹി, അവൻ അറിയുക എന്ന മഹത്വത്തിലേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അടിമയുടെ മഹത്വം അടിമ ഉടമയെ അറിയുക എന്നതാണ്. എന്തൊരു വാക്കാണ് അതൊക്കെ. അവനെ അറിയുക എന്ന ഔദാര്യം അവൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അറിയുക എന്ന മേൽമത്തരത്തിലേക്ക് എത്താൻ മനുഷ്യന് ഒരിക്കലും കഴിയൂല. അവനാരാ? അവൻ അല്ലാഹുവാണ്. അവൻ ജല്ല ജലാലായ സുബ്ഹാനാണ്. അവന്റെ മഹത്വം മാത്രമാണ് മഹത്വം. ആകാശവും ഭൂമിയും അവനെ പറ്റിയാ പറയുന്നത്. എല്ലാം അങ്ങനെയാണ്. ഏഴാകാശവും പറയുന്നത് അല്ലാഹു പരിശുദ്ധനാണ് എന്നാണ്. വല്ലർദു, ഭൂമി പറയുന്നതും അവൻ പരിശുദ്ധനാണ് എന്നാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള കോടാനക്കോടി വർഗ സമുച്ചയങ്ങൾ പറയുന്നതും അല്ലാഹു മഹാനാണ് എന്നാണ്. എല്ലാം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖത്ലിൽ അഫ്ദഈ, തവളകളെ കൊല്ലരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു. ഒന്ന് നിർദോഷകരമായ ജീവിയാകുന്നു. തവള ഒരു നിർദോഷിയായ ജീവിയാണ്, ആരെയും അത് ഉപദ്രവിക്കില്ല. എന്നാലോ അല്ലാഹു മഹാനാണെന്ന് എപ്പോഴും പറയൂ. അത് അതിന്റെ കഴുത്തിങ്ങനെ ചലിക്കുന്ന ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാറില്ലേ? ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വിധത്തിലും കേൾക്കാത്ത വിധത്തിലും. ഒരു തവളയുടെ അടുത്ത് എന്ന് നോക്കിയാല് ഒരു മാലമണി മറിച്ചു കൊണ്ടിരിക്കുന്ന മുത്തിയമ്മയിലേക്ക് നോക്കുന്നത് പോലെ തോന്നും. അതിന്റെ താടങ്ങനെ ഇളക്കും. അതിന്റെ ചാത്താടയുടെ ചലനം അത് തസ്ബീഹ് ചെല്ലുകയാണ്, അല്ലാഹു മഹാനാണെന്ന് പറയുകയാണ് എന്ന് പുണ്യ റസൂൽ. അതുകൊണ്ട് ഒരു തവള ഞങ്ങൾ ചവിട്ടിയോ ചവിട്ടാതെയോ കൊല്ലരുത്. ഒന്നത് നിരുപദ്രവയായ ജീവിയല്ല, അത് നിരുപദ്രവ ജീവിയാണ്, അത് ഉപദ്രവിയല്ല. രണ്ട്, അത് സദാസമയവും തസ്ബീഹ്. ഏതാനും വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം എത്രയാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ആരെ മഹത്വം പറയാണ്? ജലാലായ റബ്ബിന്. എല്ലാവർക്കും ജീവികൾക്കും തന്റെ നിസാരത്വവും അള്ളാഹുവിന്റെ വലിപ്പവും അറിയാം. ആർക്കൊഴികെ? മനുഷ്യനൊഴികെ. മനുഷ്യനെ നേർമാർഗത്തിലേക്ക് അള്ളാഹ് നയിക്കണം. അപ്പോൾ മാത്രമേ അവനത് മനസ്സിലാവുള്ളൂ. തന്റെ ദാസന്മാരെ നയിക്കുന്നവനാണ് ഇലാസനാ ഇർഫാനിഹി, അവനെ അറിയുക എന്ന മഹത്വത്തിലേക്ക്. ആ ഔദാര്യം അവൻ നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ മഹ്തദൗലിസനാഹു, അള്ളാഹുവിനെ അറിയുക എന്ന മഹത്വത്തിലേക്ക് എത്തിച്ചേരാൻ അവനൊരിക്കലും കഴിയില്ല. ഞാൻ ദേവബന്ദിലെ 987-88 ദേവബന്ദില് 6000 കുട്ടികൾ അന്ന് പഠിക്കുന്നുണ്ട്. ഭയങ്കര പണ്ഡിതന്മാരാണ്. ഉസ്താദുമാരൊക്കെ എന്നാൽ ബഹ്റാണ്. ആയിരക്കണക്കായ ഹദീസൊക്കെ ഹിഫ്ളുള്ള വലിയ വലിയ പണ്ഡിതന്മാര്. അതിന്റെ നേരെ കോളേജിന്റെ യൂണിവേഴ്സിറ്റിയുടെ നേരെ തൊട്ട് മുന്നിൽ കച്ചവടം ചെയ്യും. രാവും പകലും കച്ചവടം ചെയ്യും ഈ കുർത്തവാലകൾ, യൂപ്പിക്കാര്. അവർക്ക് അള്ളാന്ന് പറയാൻ പോലും അറിയില്ല. ഈ കോളേജ് കൊണ്ടാണ് അവർ ജീവിതം കഴിഞ്ഞോണ്ട്. 5 ഒറ്റ നിസ്കരിക്കൂല.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട്? ലൗല തഫദ്ദുലു മഹ്തദൗ ലിസനാഹു, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവനെ അറിയുക എന്ന മഹത്വത്തിലേക്ക് ചേർക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരിക്കലും. ഭയങ്കര തെളിവാണ്. മനസ്സിലായില്ല? ദേവബന്ദിൽ ഞാൻ 987-88 ദേവബന്ദ് പഠിക്കുന്നത്. അന്ന് 6000 വിദ്യാർത്ഥികളുണ്ട്. നമ്മൾ അന്ന് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. അതിനുശേഷമാണ് കോലാലംബർ യൂണിവേഴ്സിറ്റി വരുന്നത്. അന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കുത്തുബ് ഖാൻ അതാണ്. ഇഷ്ടംപോലെ അധ്യാപകന്മാർ. സർക്കാർ അന്ന് 2 കോടി രൂപ സെൻട്രൽ സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്ന സ്ഥാപനമാണ്. അന്ന് ആ സ്ഥാപനത്തിന് മാത്രം കോൺഗ്രസ് ഒരു രാജ്യസഭ അംഗത്തെ നൽകും. അസ്അദ് മദനി, ഞാൻ കോളേജിലുണ്ടായിരുന്ന സമയത്ത് അസ്അദ് മദനി കോളേജിന്റെ വകയുള്ള രാജ്യസഭാ അംഗമാണ്. 6000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് കോൺഗ്രസിൽ എന്തുണ്ട്? ഒരു രാജ്യസഭാ MP കൊടുക്കും കോൺഗ്രസ്. അത്രയും വലിയ സ്വാധീനമുള്ള സ്ഥാപനമാണ്. ഭയങ്കര ആലിമ്യങ്ങളുള്ള ഒരു നിറഞ്ഞ സ്ഥാപനമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും ആഫ്രിക്കക്കാർ, ഏഷ്യൻ രാജ്യങ്ങളിൽ അനവധി ആളുകൾ, പാകിസ്ഥാനികൾ, പിന്നെ കാബൂളികൾ, ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും അമേരിക്കക്കാരടക്കം ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന് നേരെ തൊട്ട് മുന്നിൽ ആയിരക്കണക്കായ കച്ചവടക്കാരുണ്ട്. ഒറ്റ ഒക്കെ മുസ്ലിമീങ്ങളാണ്. ഒക്കെ മുസ്ലിമീങ്ങളാണ്. എന്തുകൊണ്ട്? ലൗല തഫദ്ദുലു മഹ്തദൗ ലിസനാഹു, അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടിയില്ലെങ്കിൽ അവനെ മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണ് അതതിന്റെ കണക്കെങ്ങനെയാണ്? അതങ്ങനെയാണ്. താമരയുടെ മഹത്വം അറിയാൻ, അതിന്റെ വാസന ആസ്വദിച്ച് അതിന്റെ മധുനുരകരാൻ ഒരിക്കലും തവളക്ക് കഴിവില്ല. എന്നാൽ തവള താമരയുടെ പുഷ്പത്തിന് ചുവട്ടിലെ ചേർന്നിരിക്കും. 100 കിലോമീറ്റർ ദൂരം നിന്ന് വണ്ടിന് വിവരം കിട്ടും. ഇന്നലത്ത് താമര വിരിഞ്ഞിട്ടുണ്ട്, ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്, അതിൽ മധുരമുള്ള മധുവുണ്ട് എന്ന് 100 കിലോമീറ്റർ ദൂരത്തിന് കൃത്യമായി വന്നിട്ട് അതവിടെ ഇരുന്ന് പിടിച്ചു പോകും. നമുക്ക് ഇത് അല്ലാഹുവിന്റെ ബാഹിറത്തായ ഹിക്മത്താണ്. ഭയങ്കര ചിന്തിക്കണം. മനുഷ്യന് ചിന്തിക്കണം. അല്ലാഹു ഹിദായത്ത് കൊടുത്തവർക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. അവനാണ് യോഗ്യൻ. അവന്റെ ഹിദായത്താണ് വൽപ്പത്തരം, അവന്റെ തൗഫീഖാണ് വൽപ്പത്തരം. അല്ലാഹു നമുക്ക് തൗഫീഖിനെ തരട്ടെ. അവനാരാ? അവൻ മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ ഫലാ ഹുക്മുൻ യുറാലി സിവാഹു. മലികുൽ മുലൂക്ക്, അവൻ രാജാധിരാജനാണ്, രാജാക്കന്മാരുടെയും ഉടമക്കാരനാണ്. മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ, അവന്റെ വിധി ഫീ ഖൽഖിഹി മാലിൻ, അവന്റെ പ്രജകളിൽ കൃത്യമായി നടക്കാനുള്ളതാണ്. ഫലാ ഹുക്മുൻ യുറാലി സിവാഹു, വേറൊരാൾ വിധിച്ചിട്ട് കാര്യമില്ല, നടക്കുകയില്ല. അവൻ വിധിച്ചാണ്. മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ ഫലാ ഹുക്മുൻ യുറാലി സിവാഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. هو اللطيف لما يشاء حقيقة من حفه باللطف منه كفاه. هو اللطيف, സൃഷ്ടികളോട് ലാളിത്യം കാണിക്കേണ്ടതും മൃദുത്വം ചെയ്യേണ്ടതും അവനൊരാൾ മാത്രമാണ്. ലിമാ യശാഉ, അവൻ ഉദ്ദേശിച്ചവനോട് അവൻ മാർദ്ദവം കാണിക്കും. ഹഖീഖത്ത്, യഥാർത്ഥത്തിൽ മാർദ്ദവം കാണിക്കുന്നത് ഒരാളോട് കൃപ ചെയ്യുകയില്ല. ആരല്ലാതെ? അല്ലാഹു അല്ലാതെയും, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെയും.
من حفه باللطف وهو اللطيف لما يشاء حقيقة من حفه باللطف منه كفاه من ഒരാൾ ഹഫഹു അവനെ അല്ലാഹു പൊതിഞ്ഞു ബില്ലുത്ഫി അല്ലാഹുവിന്റെ ലുത്ഫ് കൊണ്ട് ലത്തീഫായ അല്ലാഹു ലുത്ഫ് കൊണ്ട് ഒരാളെ പൊതിഞ്ഞാൽ കഫാഹു അവൻ അത് മതിയാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ രാത്രിയും നിങ്ങളോട് 1000 തവണ ഞാൻ ലത്തീഫ് പറയാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലായില്ല? പറഞ്ഞിട്ടില്ലേ? എത്ര പറയുന്നവരുണ്ടല്ലോ ഇവിടെ. 1000 തവണ എല്ലാ രാത്രിയിലും ലത്തീഫ് ആരാണ്? അല്ലാഹുവാണ്. മൃദുത്വം ചെയ്യുന്നവൻ, കൃപ ചെയ്യുന്നവൻ, മൃദുത്വം ചെയ്യുന്നവൻ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാതെ കാക്കുന്നവൻ ആരാ? അതാണ് ലത്തീഫ് പറഞ്ഞ അർത്ഥം. ബുദ്ധിമുട്ട് വരാതെ കാക്കുക അതാരാ? അല്ലാഹു. മൻ ഹഫഹു ഒരാളെ അല്ലാഹു പൊതിഞ്ഞു ബില്ലുത്ഫി മൃദുത്വം കൊണ്ട് പൊതിഞ്ഞാൽ കഫാഹു അവൻ അത് മതി. ഇനി ഒരാൾ കൊടുക്കേണ്ടയില്ല. ആര് കൊടുത്താൽ മതി? واللطيف لما يشاء حقيقة من حفه باللطف منه كفاه. അതുകൊണ്ടാണ് എല്ലാ രാത്രിയും യാ ലത്തീഫ് എത്ര തവണ? 1000 വട്ടം. ഒരാൾ 1000 വട്ടം യാ ലത്തീഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 129 വട്ടം. ഇത് യാ ലത്തീഫിന്റെ അടുത്താണ്. 129 വട്ടം യാ ലത്തീഫ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. 1001 ആകരുത്. 1000 1001 ആയാൽ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. തിരിഞ്ഞില്ല? മനസ്സിലായില്ല? നമുക്ക് ശരിയാക്കട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു എന്നോട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയാണ്. നിങ്ങൾ ശരിയാക്കിയാലും വേണ്ടില്ല, ശരിയാക്കിയാലും വേണ്ടില്ല. എനിക്കത് സവാ ആണ്. മനസ്സിലായില്ല? നഫ്ഉൽ ഖൽഖി മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നഫ്ഉൽ ഖൽഖി വസിവാ വഗൈറുഹു. നഫ്ഉം നഫ്അല്ലാത്തതും രണ്ടും സവാ ആണ് അബ്ദിന്. നിങ്ങൾ ഉപകാരം ചെയ്യലും ഉപകാരം ചെയ്യാതിരിക്കലും എനിക്ക് സവാ ആണ്. നിങ്ങൾ ഉപകാരം ചെയ്യലും ചെയ്യാതിരിക്കലും എനിക്ക് ഒരുപോലെയാണ്. ആരാണ് ഉപകാരം ചെയ്യുന്നവൻ? അല്ലാഹു. നിങ്ങൾ പറഞ്ഞേ ഉസ്താദേ നമുക്കത് ചെയ്യട്ടോ പറഞ്ഞു. നിങ്ങൾ ചെയ്തില്ല. എനിക്കൊരു പേടിയില്ല. ആര് ചെയ്യും? വേറെ ആളെയും അല്ലാഹു ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് എന്താ വിഷയമുള്ളത്? واللطيف لما يشاء حقيقة من حفه باللطف منه كفاءه. അല്ലാഹുവിനെ പറ്റി പറഞ്ഞോളി രാവും പകലും. അല്ലാഹ് പറഞ്ഞാൽ അത് പറഞ്ഞാൽ തീരൂല. അതിന്റെ മഹത്വം പറഞ്ഞാൽ തീരൂല. ഭയങ്കരാണ്. അവനാണ് ജല്ല ജലാലായ സുബ്ഹാനാണ്. അവൻ ജല്ല ജലാലായ പടച്ചവനാണ്. അവൻ ഭയങ്കരാണ്. അവനാണ് യഥാർത്ഥത്തിലുള്ളവൻ. ഹസ്ബിൽ അലീമു ബികുൻഹി അലി കാഫിയാ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. തന്നെ ഹസ്ബിൽ അലീമു ബികുൻഹി അലി കാഫിയാ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീമു ഏറ്റവും അറിയുന്നവനായ അല്ലാഹു എനിക്ക് മതിയാകും. ബികുൻഹി അലി കാഫിയാ എന്റെ അവസ്ഥയുടെ യാഥാർത്ഥ്യം കൊണ്ട് അറിയുന്നവൻ എനിക്ക് മതിയായവനാണ്. അതാരാ? എനിക്ക് നിങ്ങൾ ആരും വേണ്ട, ആരും മതി. ഹസ്ബി എനിക്ക് മതിയായവനാണ്. അൽ അലീം ഏറ്റവും വലിയ ജ്ഞാനി. എന്തുകൊണ്ട് ജ്ഞാനി? ബികുൻഹി അലി എന്റെ അവസ്ഥയുടെ യാഥാർത്ഥ്യം കൊണ്ട്. കാഫിയ എന്തിനും പോന്നവനായ നിലക്ക് അവൻ എനിക്ക് മതിയാവും. അവനാരാ? അവന് കമ്മീഷൻ അയച്ചു കൊടുക്കേണ്ടതില്ല, റിപ്പോർട്ട് എടുത്തിട്ട് എഴുതി കൊടുക്കേണ്ടതില്ല. സദാസമയവും ആര് കാണും? അബദും മഅബൂദും തമ്മിലുള്ള ബന്ധമുണ്ട്. അത് മലക്കിന് പോലും കാണാൻ കഴിയില്ല എന്നാണ്. നല്ല ഉഷാറിൽ തന്നെ ഞാൻ പറഞ്ഞുതരുള്ളൂ. അങ്ങനെയുണ്ട്. ചിലപ്പോ പറയാത്ത ഇൽമ പറയും. പറയാത്ത ഇൽമാണ്. മലക്കിനൊന്നും ഒരു ചുക്കും അറിയില്ല. മലക്കിന് മേലോടെങ്കിലും ഇവരൊക്കെ അറിയും. ഉള്ളിൻ്റെ ഉള്ള ആർക്കറിയില്ല. എന്തറിയും? എന്തറിയും? ഒന്നും അറിയില്ല. ഉള്ളിൻ്റെ ഉള്ള ആർക്കറിയില്ല. എന്താണ് നിങ്ങൾ അന്തപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരെ? ആർക്കറിയില്ല. എന്ത് മലക്ക്? ഒന്നും അറിയില്ല. അത് അബദും മഅബൂദും തമ്മിലുള്ള ബന്ധമാണ്. മലക്കിനെ അറിയാത്ത ശൈത്താൻ അറിയോ? നമ്മളൊന്ന് നാശാക്കണമെങ്കിൽ
ശൈത്താൻ മെനക്കണം. എന്താ ആൾക്കെന്നെ അറിയില്ല. ഒരിക്കൽ ആളുകൾ വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, മൽ ഇഖ്ലാസു യാ റസൂലല്ലാഹ്, നബിയെ ഇഖ്ലാസ് എന്നാൽ എന്താണ്? ഇഖ്ലാസ് എന്നാൽ എന്താണ് നബിയോട് ചോദിച്ചു. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഹത്താ അസ്അല ജിബ്രീല, ഞാനിത് ജിബ്രീലിനോട് ചോദിക്കട്ടെ, എനിക്കറിയില്ല. ഒരു സംഘം ആളുകൾ വന്ന് നബിയോട് ചോദിച്ചു, എന്താണ് ഇഖ്ലാസ് എന്നാൽ എന്താണ് നബി? അപ്പോൾ ചോദിച്ചു, ഹത്താ അസ്അല ജിബ്രീൽ, ഞാൻ ഈ വിഷയം ജിബ്രീലിനോട് ചോദിക്കട്ടെ. ഫലമാ അതാഹു ജിബ്രീലു സഅലഹു, ജിബ്രീൽ വന്നപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ, എന്റെ അനുയായികൾ അലൈഹിസ്സലാം എന്നോട് ചോദിച്ചു, ഇഖ്ലാസ് എന്നാൽ എന്താണ്, അത് നിങ്ങളൊന്ന് പറഞ്ഞേരി. ഫഖാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഹത്താ അസ്അല ജല്ല വഅല, ഞാനത് അല്ലാഹുവിനോട് ചോദിക്കട്ടെ, എനിക്കും അറിയില്ല. അള്ളാഹുവിന്റെ മഹാസാന്നിധ്യത്തിലേക്ക് ഉയർന്നു പോയി. ഫനസല, പിന്നെ ഇറങ്ങി വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, സഅൽതുഹു, ഞാനത് എന്റെ റബ്ബിനോട് ചോദിച്ചു. ഫഖാല ലി, അപ്പോൾ റബ്ബിനോട് പറഞ്ഞു, സിറുൻ മിൻ അസ്റാരി ഉവദ്ദിഉഹു ഖൽബ മൻ അശാഉ മൻ അഹ്ബബ്തു മിൻ ഇബാദി. സുബ്ഹാന ജല്ല വഅല. കേട്ടോളൂ. എഴുതിയേക്കേണ്ടവർക്കൊക്കെ എഴുതിയേക്ക. അത് വലിയ ഒരു കനപ്പെട്ട ഹദീസാണ്, ഭയങ്കര ഹദീസാണ്. ഒരിക്കൽ ഒരു സംഘം ആളുകൾ ആദ്യം മുതൽ പറയാ പുണ്യ റസൂലിനോട് ചോദിച്ചു, മൽ ഇഖ്ലാസു യാ റസൂലല്ലാഹ്, ഇഖ്ലാസ് എന്നാൽ എന്താ? ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഹത്താ അസ്അല ജിബ്രീൽ, എനിക്കറിയില്ല, ജിബ്രീലിനോട് ചോദിക്കട്ടെ. ഫലമാ അതാഹു ജിബ്രീൽ, ജിബ്രീൽ വന്നപ്പോൾ ഫസഅലഹു റസൂൽ, ജിബ്രീലിനോട് ചോദിച്ചു. ഫഖാല, ജിബ്രീൽ പറഞ്ഞു, ഹത്താ അസ്അല റബ്ബി ജല്ല വഅല, ഞാനത് അല്ലാഹുവിനോട് ചോദിക്കും. ഫർതഖ ഇലാ ജനാബിൽ ഖുദ്സി, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് ഉയർന്നു പോയി. ഫനസല, പിന്നെ ഇറങ്ങി വന്നു. ഫഖാല, അപ്പോൾ പറഞ്ഞു, സഅൽതുഹു, ഞാനത് എന്റെ റബ്ബിനോട് ചോദിച്ചു. ഫഖാല ലി, അപ്പോൾ റബ്ബ് എന്നോട് പറഞ്ഞു, ഇഖ്ലാസ് എന്നാൽ സിറും മിൻ അസ്റാരി ഔ ഉവദ്ദിഉഹു ഖൽബ മൻ അഹ്ബബ്തു മിൻ ഇബാദി. സിറും മിൻ അസ്റാരി, എന്റെ രഹസ്യത്തിൽപ്പെട്ട, എന്റെ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രഹസ്യമാണ്. എന്ത്? ഇഖ്ലാസ്. പണി എല്ലാവർക്കും കൊടുക്കാൻ കഴിയും, എന്തുണ്ടാവില്ല? ഇഖ്ലാസ് ഉണ്ടാവില്ല. ഇഖ്ലാസ് ഉണ്ടാവണമെങ്കിൽ ആ ഷജറത്തിനെ കുഴിച്ചിടണം കൽബിന്റെ ഉള്ളിൽ. ആര്? جعلنا من محض فضلك وجودك ومنك وكرمك يا أكرم الأكرم يا غياث المستغيثين. سر من أسراري, എന്റെ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഇഖ്ലാസ്. വദ്ദിഉഹു, ഞാനത് നിക്ഷേപിക്കും. ഖൽബ മൻ അഹ്ബബ്തു മിൻ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഞാനത് നിക്ഷേപിക്കും. ഇനി ബാക്കിയാണ് കേൾക്കേണ്ടത്. ഫലാ യത്തലിഉ അലൈഹി മലകുൻ ഫയക്തുബഹു ولا شيطان فلا يطلع عليه, അതിന്റെ മേൽ വെളിവാവുകയില്ല. മലക്കുൻ, ഒരു മലക്കിനും അത് കാണാൻ കഴിയുകയില്ല. ഫയക്തുബഹു, അപ്പോഴല്ലേ മലക്കിന് എഴുതാൻ കഴിയുള്ളൂ. നമ്മളൊരു അമൽ ചെയ്താൽ മലക്ക് ഇവിടെ ഇയാൾ ഇന്നാലിനെ അമൽ ചെയ്തൂന്ന് എഴുതിക്കും. അത് ഇഖ്ലാസോട് കൂടിയാണെന്ന് എഴുതാൻ ആർക്കും കഴിയൂല, മലക്ക് കഴിയില്ല. കാരണം അത് ഉള്ളിന്റെ ഉള്ളിൽ ആര് കുഴിച്ചിട്ടതാണ്, അത് ആരും കാണൂല, മലക്ക് വരെ കാണൂല. അത് അള്ളാഹും അബദും തമ്മിലുള്ള ബന്ധമാണ്. നമ്മളായാൽ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ലോകത്തിൽ ശക്തിക്ക് സാധ്യമല്ല, ആരും കാണൂല, ഷെയ്ത്താനും ആ സ്ഥലം കണ്ടെത്താൻ കഴിയൂല. ഫയുഫ്സിദഹു, ഷെയ്ത്താന് കണ്ടെത്താൻ കഴിഞ്ഞാലല്ലേ ഫസാദാക്കാൻ കഴിയുള്ളൂ. അതിന് അതിന്റെ വേറെ എവിടെയാണോന് കാണണേ.
ഒരു മനുഷ്യന്റെ ഇഖ്ലാസ് ഉള്ളവന്റെ അമലിന്റെ വേരെവിടെയെന്ന് ആര് കാണൂല. വേരുണ്ടെങ്കിലല്ലടാ അടി പുഴക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ ആര് കാണൂല, മരക്കാണൂല. പിന്നെന്താ ശൈത്താൻ? നമ്മളായാൽ നമ്മളെ അടിത്തറ മാന്താൻ മലക്കിന് പോലും കഴിയൂല. എങ്ങനെയുണ്ട്? അത് അബ്ദും മഅബൂദും തമ്മിലുള്ള ബന്ധമാണ്. അത് ഉള്ളിന്റെ എന്റെ യഥാർത്ഥം. അതാണ് ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ. എന്റെ യഥാർത്ഥം അറിയുന്നവൻ എനിക്ക് മതിയായവനാണ്. മതിനിക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. ഒരു പരിധിക്കപ്പുറം മലക്കാണ് എന്നെപ്പോലത്തെ ഒരു സൃഷ്ടിയല്ലെങ്കിൽ മനസ്സിലായില്ലേ പറഞ്ഞത്? മലക്കും എന്നെ പോലത്തെ ഒരു സൃഷ്ടിയല്ലേ മനുഷ്യ. തിന്നൂല തൂറൂല എന്നല്ലേ ഉള്ളൂ. എന്നെ എന്നെ പോലത്തെ എന്താണ് പറയട കുട്ടി? എന്താണ് സൃഷ്ടിയല്ലെങ്കിൽ അത് എന്ത് മലക്ക്? ഇഖ്ലാസ് എന്നാൽ സിറും മിൻ അസ്റാരി, എന്റെ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രഹസ്യം. അതിനെ ഞാൻ നിക്ഷേപിക്കുന്നതാണ്. ഖൽബമൻ അഹ്ബബ്തു മിൻ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഞാനത് കുഴിച്ചിടും. ഫലാ യത്തലു അലൈഹി, അതിന്റെ മേൽ പാളി നോക്കാൻ കഴിയുകയില്ല. മലക്കുൻ, ഒരു മലക്കും പാളി നോക്കൂല. ഫയക്തുബഹു, അത് പാളി നോക്കി കണ്ടുപിടിച്ചാലല്ലേ ഫയക്തുബഹു. അവന്റെ ഇഖ്ലാസിനെ പറ്റി മലക്കിനെ എഴുതാൻ കഴിയുള്ളൂ? എഴുതാൻ കഴിയില്ല. വലാ ശൈത്താനും, ഒരു ശൈത്താനും അത് പാളി നോക്കാൻ കഴിയില്ല. ഫയുഫ്സിദഹു, അപ്പോഴല്ലേ ശൈത്താന് അവന്റെ ഇഖ്ലാസിനെ ഫസദാക്കാൻ കഴിയുള്ളൂ? അവൻ കഴിയില്ല. അപ്പോൾ അതാരും മാത്രമേ അറിയൂ, അബ്ദും മഅബൂദ് മാത്രം. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ശരിയാണെങ്കിൽ എനിക്ക് ആരും മതി. നിങ്ങൾ നേരായ വഴിക്കാണെങ്കിൽ നിങ്ങളെ പിഴപ്പിക്കാൻ ലോകത്തിൽ ശക്തിക്കും സത്യമല്ല. സൂറത്ത് യൂനുസിലാണ് എന്റെ ഓർമ്മ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ ബന്ധം നന്നാക്കണം. ആരുമായുള്ള ബന്ധം? അല്ലാഹു ബന്ധം നന്നാക്കിയാൽ മതി. മറ്റു പേടി പഠിക്കണ്ട. എന്ത് ഞാൻ പഠിക്കേണ്ട ആവശ്യം? മുഅ്മിനീങ്ങളെ സഹായിക്കൽ ഒരു ബാധ്യത പോലെ ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു. പിന്നെ എന്തിനു പഠിക്കണം? പേടിക്കണം. അബ്ദിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അബ്ദിനെ പിഴപ്പിക്കാൻ ഒരാൾക്കും സാധ്യമില്ല. മലക്കത് എഴുതുക പോലുമില്ല. നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചു മലക്കെഴുതും. എന്തെഴുതൂല? ഇഖ്ലാസോട് നിസ്കരിച്ചു എഴുതൂല. കാരണം ഇഖ്ലാസ് ഉണ്ടോ എന്നുള്ള പേര് കാണാൻ ആർക്കും കഴിയൂല, മലക്കിന് കഴിയൂല. അത് നമ്മക്ക് പറയും, റബ്ബിന് പറയും. നമ്മക്കറിയുന്ന ആർക്കറിയില്ല, ഈ മലക്കിനറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? എന്താ നിങ്ങൾ ഇരുന്ന് ഉറങ്ങണത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ ഇഖ്ലാസ് ഇവനും അറിയും. ഈ ഇവൻ അറിയുന്ന, ഈ ഇരുകാലിയായ ഇവൻ അറിയുന്നത് ആർക്കറിയില്ല, മലക്കിനറിയില്ല. അറിയാനില്ല. فلا يطلع عليه ملك فيكتبه ولا شيطان فيفسده. നമ്മളാണെങ്കിൽ അനങ്ങാൻ കഴിയില്ല. നമ്മളെ ഉള്ളു നമ്മൾ നന്നാക്കണം. നമ്മളെ ഉള്ളിനെ നമ്മൾ ക്ലിയറാക്കിയിട്ട് അതിന്റെ ഉള്ളിലെ വൃത്തികേട് വലിച്ച് ചവിട്ടി നമ്മളെ നന്നാക്കിയാലല്ല നമ്മൾ നന്നാവൂല. നന്നായാലോ അത് മതി. حسب العليم بكنه حالي كافيا في كل ما رجوه أو أخشاه. حسب العلم എനിക്ക് ഏറ്റവും വലിയ ജ്ഞാനി മതിയാകും. ഏത് ജ്ഞാനി? ബികുൻഹി ഹാലി കാഫിയ, എന്റെ അവസ്ഥയുടെ പരമാർത്ഥം കൊണ്ട് ജ്ഞാനി. എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നവനായ അല്ലാഹു എനിക്ക് മതിയാകും. ഫീ കുല്ലി മാ അർജുഹു, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തി തരാനും, ഔ അഖ്ഷാഹു, ഞാൻ ഭയപ്പെടുന്നതെല്ലാം ഒഴിവാക്കി തരാനും. വിറ്റായ വാക്കാണ്. ഞാൻ വല്ലതും കൂട്ടാണ്ടോ? ഹസ്ബിൽ അലീമു ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജുഹു ഔ അഖ്ഷാഹു. ഹസ്ബിൽ അലീമു ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജുഹു ഔ അഖ്ഷാഹു. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ. ഒരു സന്ദർഭത്തിൽ ഓടിയാൽ കരച്ചിലൊന്നു. ഒരു സന്ദർഭത്തിൽ അത് നമുക്ക് ചെല്ലിയാല് നമ്മളെ കരഞ്ഞു. കാരണം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നവൻ ആരാണ്? അല്ലാഹു. നമുക്ക് മതിയാവും, അത് മതിയാവും, അവൻ മതിയാവും. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر
وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين وعنده مفاتيح الغيب രഹസ്യങ്ങളുടെ താൽക്കോൽ കൂട്ടങ്ങൾ പോലും അവന്റെ കൈവശമാണ്. എല്ലാ ദൃശ്യജ്ഞാനത്തിന്റെയും അവനല്ലാത്ത ഒരാളും അത് അറിയുകയില്ല. കരയിൽ എന്തു നടന്നാലും കടലിൽ എന്ത് നടന്നാലും അനുനിമിഷം അവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവൻ അറിയാതെ ഒരു മരത്തിന്റെ ഇല പോലും താഴെ വീഴുകയില്ല. ഭൂമിയുടെ ഇരുളിൽ ഒരു ധാന്യമണി കിടക്കുകയില്ല. ഒരു പച്ചയായതോ ഒരു ഉണങ്ങിയതോ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ അവന്റെ വ്യക്തമായ രേഖയിലുള്ളതല്ലാതെ ഉണ്ടാവുകയില്ല. എല്ലാം ഉണ്ടാവും. സമുദ്രമുണ്ടായത് മുതൽ അന്ത്യനാൾ വരെ എത്ര തിരമാല അടിക്കുമെന്ന് അവനറിയും. അതിന് എത്രാമത്തെ തിരമാലയാണ് പഠിക്കണമെന്ന് അവനറിയും. അവൻ സൃഷ്ടിച്ച മണൽത്തരിയുടെ എണ്ണം അവനറിയും. നമ്മൾ ഇങ്ങനെ വാരിയ മണൽത്തരിയിൽ വാരിയാല് നമ്മളതാണ് എല്ലാരും കൂടി ഇരുന്ന് എണ്ണിയാൽ തന്നെ ഖിലാഫും അദ്ഹറും മുക്കാബിനും മുഖ്താറും സാനിയും അസറും സാനിയും ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ല? ഒരു കൂട്ടര് പറയും അത് 30,000 ഉണ്ടായിരുന്നു, മറ്റേ കൂട്ടർ പറയും 34,300 ഞാൻ എണ്ണിയതല്ലേ. ഒരു ഖുർആൻ ഇറങ്ങിയിട്ട് അതിന്റെ ആയത്തിന്റെ എണ്ണത്തിൽ ഇപ്പോഴും ഏകോപിച്ച അഭിപ്രായമല്ല. നിങ്ങളിവിടെ ഇല്ല. 6,000 ചില്ലാനുണ്ടെന്ന് ഉറപ്പാ. എത്ര എന്നുള്ള കാര്യത്തിൽ തീർക്കാം. നിങ്ങളിവിടെ ഇല്ലല്ല പഠിച്ചാണ്. ഈ തുടങ്ങുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ അവസാനത്തെ മിനൽ ജിന്നത്തി വന്നാസ് വരെയാണ് ഖുർആൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലൊരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസത്തിൽ ഒരു തർക്കമില്ല. അങ്ങനത്തെ ഒരു തർക്കമില്ല. എന്താ തർക്കം? എണ്ണത്തിൽ തർക്കമുണ്ട്. അതെങ്ങനെയാണ്? ഒരു കൂട്ടക്കാരുടെ അഭിപ്രായം ഓരോ കൂട്ടത്തിലെയും ബിസ്മി എണ്ണാൻ പാടില്ല. ഒരു തർക്കം. ബിസ്മി വേറെ സൂറത്ത് വേറെ. ഒരു കൂട്ടക്കാര് പറയാ ബിസ്മി സൂറത്തിൽപ്പെട്ടതുകൊണ്ട് ആദ്യത്തെ ആയത്ത് എന്താണ്? ബിസ്മിയാണ്. രണ്ടാമത്തെ തർക്കം. അങ്ങനെ ആവുമ്പോ 114, 113 അവിടെ തന്നെ തർക്കം. നമുക്ക് വ്യത്യാസം വരുമല്ലോ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? അതൊരു തർക്കം. ഇനി വേറൊരു തർക്കം ആയത്തിന്റെ കോലത്തെ തർക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം അലിഫ് ലാം മീം ഒരായത്ത്, ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ രണ്ടാമത്തെ ആയത്ത്. ഒരു കൂട്ടക്കാരുടെ അഭിപ്രായം. അപ്പൊ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞപ്പോൾ എത്രയായി? രണ്ടായത്തായി. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം എപ്പോ പറഞ്ഞു? അലിഫ് ലാം മീം ഒരായത്ത്, ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ ആയത്ത് രണ്ടാമത്തെ ആയത്ത്. ഇനി ഒരു കൂട്ടക്കാരുടെ അഭിപ്രായം, വേറെ കൂട്ടക്കാരുടെ അഭിപ്രായം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ ഒരായത്ത്. ഇതിൽ ഒരു അക്ഷരത്തിനെ പറ്റി തർക്കമല്ല, പക്ഷെ ആയത്തിന്റെ എണ്ണത്തിൽ തർക്കമുണ്ട്. ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം വൽ അസ്രി ഒരായത്ത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ രണ്ടാമത്തെ ആയത്ത്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഒരായത്ത്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം വല്ലുഹ ഒരായത്ത്, വല്ലൈലി ഇദാ സജ രണ്ടാമത്തെ ആയത്ത്. വേറെ വിഭാഗത്തിന്റെ അഭിപ്രായം വല്ലുഹ വല്ലൈലി ഇദാ സജ ഒരായത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മണല് പോണ്ട. ഇതുവരെ നമുക്കൊരു പൂർത്തിയായ കോലത്തിലാക്കാൻ മനുഷ്യനെ ഏൽപ്പിച്ച കാര്യത്തിലെല്ലാം മനുഷ്യൻ തർക്കിക്കുന്നവനാണ്. അവൻ വ്യക്തമായ തർക്കത്തിലും ശത്രുതയിലുമാണ്. അവന് പണി തന്നെ അതാണ്. എന്ത് തർക്കിക്കുക? അവൻ തർക്കിക്കുക എന്നുള്ളതാണ് തർക്കം. എന്റെ പരിപാടി തന്നെ തർക്കിക്കലാണ്. എന്നാൽ വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കരയിൽ എന്ത് നടന്നാലും കടലിൽ എന്ത് നടന്നാലും അവൻ അറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു മരത്തിന്റെ ഇല അവനറിയാതെ താഴെ വീഴില്ല. ഇപ്പോൾ ഈ സെക്കൻഡിൽ എത്ര ഇല ഭൂമിയിൽ താഴെ വീഴുന്നുണ്ടെന്ന് അവൻ അറിയും.
എത്ര ഇല മരത്തിനുണ്ട് അറിയാം. നമുക്ക് നമ്മളെ വീട്ടുമുറ്റത്തെ മരത്തിന്റെ ഇല എത്ര ഉണ്ടെന്ന് അറിയില്ല. മുളക് മരത്തിന്റെ മുളക് മരമല്ല, മുളക് മരം എന്ന് പറയുള്ളൂ. ചീന പറഞ്ഞ് മുളകിനെ മുളക് മരം എന്ന് പറയും. അതെന്തല്ല ചീട്ടിയ, അതിന്റെ ഇല വരെ നമുക്കറിയില്ല. നീ തർക്കിച്ച അതിനും ബാപ്പി മക്കളും തർക്കിക്കും. മനസ്സിലായില്ല? ഇനി നമ്മൾ രാവിലെ പോയിട്ട് അയിമാൽ എണ്ണാൻ മനക്കണ്ട, ഞായ്മ തന്നെ ഉണ്ടാവും പറയില്ല. തലാക്ക് വരെ നടക്കുമ്പോണ്ടണ്ട, അത് അതിന്റെ പാട്ടിനായിക്കോട്ടെ. ചിലപ്പോ വീട്ടിന്റെ മുളക് മരത്തിന്റെ കാര്യത്തിലാവും ബാപ്പിയും ഭാര്യയും ഭർത്താവും നമ്മൾ തെറ്റിയിട്ട് അടിയും. തലാക്ക് പിന്നെ 3 കുറവായിട്ട് ഇപ്പൊ തലാക്കില്ലല്ലോ. തലാക്ക് ഹോൾസെയിൽ റീറ്റെയിൽ തലാക്ക് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ദുനിയാവ്. അപ്പൊ നമ്മക്കറിയൂല. അവനോ ഇപ്പൊ ഭൂമിയിൽ എത്ര മരണ്ട് എന്നും ചെടിയുണ്ട് എന്നറിയും. അതിനെത്ര കോടാനക്കോടി ഇല ഉണ്ട് എന്നറിയും. അതിലെത്ര ഇല ഇപ്പോൾ ഇന്ന് രാവിലെ കീർത്തിട്ടുണ്ടെന്നറിയും. എത്ര ഇല താഴെ വീണിട്ടുണ്ടെന്നറിയും. ഇന്ന് സമുദ്രങ്ങളിൽ എത്ര തിരമാല അടിച്ചിട്ടുണ്ടെന്നറിയും. ഇത് എത്രാമത്തെ തിരമാലയാണെന്നറിയും. ഇനി എത്ര തിരമാല അടിക്കാണ്ടെന്നറിയും. കടപ്പുറത്ത് കിടക്കുന്ന മണലിന്റെ എണ്ണ എത്രയെന്ന് അവനറിയും. അവനാരാ? അവനെ പറ്റി ആലോചിച്ചു. അവനാരാ? എന്നിട്ട് നമ്മൾ പറയാ നമ്മൾ മഹാനാണ്. നമുക്ക് എന്തറിയും? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ യോഗ്യൻ മഹാൻ എന്ന് പറഞ്ഞാൽ അതാര് മാത്രമാണ്? അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു. അവനാണ് യോഗ്യൻ. അതാണ് ഹസ്ബിൽ അലീമു ബികുൻഹി ഹാലി കാഫിയാ ഫീ കുല്ലി മാ റുജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീമു, എനിക്ക് അവൻ മതിയാവും. ഹസ്ബി എന്ന വാക്കിന് വിലയുണ്ട്. എല്ലാ ദിവസവും 450 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു ഫത്ഹ നൽകും. ഞാൻ ഇജാസത്ത് തരില്ല, അത് തരാനുള്ള അധികാരം എനിക്കില്ല. എന്നാലും ഞങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. അത് ദിക്ർ കൊടുക്കാനുള്ള അധികാരം ഉണ്ടായാൽ ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇൽമ പറഞ്ഞുതരാണ്. ചെല്ലുന്നവർക്ക് ചെല്ലിക്കോളൂ, ഖൈറുണ്ടാവും. എത്ര? 450 വട്ടം മതിയാവും. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബി എന്നല്ല, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയാകും. വനിഅമൽ വക്കീൽ, ഞങ്ങൾ ഏൽപ്പിച്ച ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ ഏറ്റവും യോഗ്യനാണ്. ഞങ്ങൾക്ക് അല്ലാഹു മതിയാകും, ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്തവൻ ഏറ്റവും യോഗ്യനാണ്. ഇതാണ് അതിനർത്ഥം. ഹസ്ബുനല്ലാഹു എന്താ അതിനർത്ഥം? പറയാ എന്താ അർത്ഥം? ഞങ്ങൾക്ക് അല്ലാഹു മതിയാവും, ഞങ്ങളെ കാര്യം ഏറ്റെടുത്തവൻ ഏറ്റവും യോഗ്യനാണ്. ഒന്നുകൂടെ, ഞങ്ങൾക്ക് അല്ലാഹു മതിയാകും, ഞങ്ങളെ കാര്യം ഏറ്റെടുത്തവൻ ഏറ്റവും യോഗ്യനാണ്. പറയാം. 24 മണിക്കൂറിനുള്ളിൽ രാത്രിയായാൽ നല്ലത്. നീ രാത്രി സൗകര്യം ഇല്ലെങ്കിൽ പകലും ചെല്ല. 24 മണിക്കൂറിനുള്ളിൽ എന്തില്ലിക്കോളി. മാല കളഞ്ഞുപോയി, എടുക്കാൻ വേണ്ടി പോയി. അതിനിടയിൽ ഒട്ടകക്കട്ടിൽ ആയിഷ ബീവി ഉണ്ടെന്ന് വിചാരിച്ച് ഒട്ടക പുറത്തേക്ക് എടുത്തു വെച്ചു. യാത്രാ സംഘം പോയി. റസൂലുള്ളാഹിയുടെ ഭാര്യ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ബനുൽ മുസ്തലിഖ് യുദ്ധത്തിലേക്ക് വന്നതായിരുന്നു. മനസ്സിലായില്ലേ? യുദ്ധത്തിന് പോകുമ്പോൾ തനിക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഭാര്യമാരിൽ ആരെങ്കിലും നറുക്കിട്ട് കൂടെ കൊണ്ടുവരുന്നത് റസൂലുള്ളാഹിയുടെ പതിവായിരുന്നു. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൽ പോയപ്പോൾ നറുക്ക് വീണത് ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധത്തിന് റസൂലുള്ളാഹിയുടെ കൂടെ പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ എന്തുണ്ടായി? ആ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ വിളിക്ക് പോയി. മലമൂത്ര വിസർജന സൗകര്യത്തിന് വേണ്ടി പോയി. ആര്? ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ. അതിനിടയിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മാല കാണാനില്ല. മാലയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് പിന്നെ വന്നപ്പോഴത്തിന് യാത്രാ സംഘം പോയിരുന്നു. ആയിഷ ബീവി പറ്റ മെലിഞ്ഞ പെണ്ണായിരുന്നു. അത് കാരണം ഈ ഒട്ടകക്കട്ടിൽ ഇങ്ങനെ എടുത്തു വെച്ച് ഒട്ടകക്കട്ടിൽ എപ്പോഴും മൂടുപെടും. ആയിഷ ബീവി ഉള്ളിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്ത്? കാരണം അത് അത്രേ കനമുള്ളൂ.
അതത്രേ കനുള്ളൂ. അപ്പൊ പിന്നെ അത് ഉള്ളിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ആരും അങ്ങനെ ഉണ്ടല്ലോ ചില ഒരവസ്ഥ. അപ്പൊ അങ്ങനെ അത് എടുത്തു വെച്ചോ. ആയിഷാബിബി ഉണ്ടാവുമെന്ന് വിചാരിച്ച് യാത്രാ സംഘം പുറപ്പെട്ടു. പിന്നെ വന്നപ്പോ ആയിഷാബിബി യാത്രാ സംഘം കാണാനില്ല. പിന്നെ മരുഭൂമിയല്ലേ, ഇനിയും ദുർവാല്ല, അവിടെ ഇരിക്കന്നെ ആരെങ്കിലും വരും. കാരണം വഴി തെറ്റും. എട്ടുപൊട്ടും തിരിയാത്ത സാധുവായ ഗ്രാമീണ വനിതയാണ് ആര്? ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ. അവിടെ ഇരുന്നു ആരെങ്കിലും വരുന്ന് വിചാരിച്ച്. മാത്രമല്ല യാത്രാ സംഘത്തിന്റെ ബാക്കിൽ ഒരാൾ വരാറുമുണ്ട്. അയാളെ ഏതെങ്കിലും വല്ല ആളുകൾ വഴിയിൽ വീണതോ പിന്നെ വസ്തുക്കൾ വീണതോ ഉണ്ടെങ്കിൽ അത് പെറുക്കിയും കൊണ്ട് പോകാൻ എപ്പോഴും യാത്രാ സംഘത്തിൽ ഒരാള് ബാക്കിൽ പോകും. മുന്നിൽ പോകുന്ന ആൾക്ക് ഖായിദ് എന്നും ബാക്കിൽ വരുന്ന ആൾക്ക് റായിദ് എന്നും പറയും. മുന്നിൽ പോകുന്ന ആൾക്ക് ഖായിദ് എന്ന് പറയും, ബാക്കിൽ വരുന്ന ആൾക്ക് റായിദ് എന്നും പറയും. അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ യാത്രാ സംഘത്തിൽ ബാക്കിൽ വന്ന ആൾ സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ സ്വഹാബിയും വലിയ മുത്തഖയായ മനുഷ്യനും ബദറിൽ പങ്കെടുത്ത അഹ്ലു ബദരീങ്ങളിൽപ്പെട്ട ആളുമാണ്. ആര്? സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു. അവര് കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടകം കൊണ്ട് വരുമ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വഴി കിടക്കണുണ്ടു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇരുന്ന് ആരെങ്കിലും വരും എന്ന് വിചാരിച്ച് ഇരുന്ന് തളർന്ന് പിന്നെ അവിടെ അങ്ങോട്ട് കിടന്ന് പിന്നെ അങ്ങനെ വെയിലിച്ച് പൊങ്ങണ നേരെ ആയിട്ടുള്ളൂ. അങ്ങനെ കിടന്നപ്പോഴാണ് തളർച്ച കൊണ്ടും ക്ഷീണം കൊണ്ടും വിഷമവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു വിഷമം എല്ലാം കൂടെ ആയിട്ടത് ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോ കാറ്റടിച്ചിട്ട് മൂടുപടം പൊങ്ങി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒട്ടകം കൊണ്ട് വന്നപ്പോൾ ഇത് കണ്ടപ്പോഴത്തേന് ആയിഷ ബിബിയാന്ന് മനസ്സിലായി. കാരണം യാത്രാ സംഘത്തിൽ വേറെ പെണ്ണുങ്ങളില്ല, ഇത് നമ്മളെ പെണ്ണാന്ന് ഉറപ്പ്. മാത്രമല്ല ആയിഷ ബിബിയാണെന്ന് ഉറപ്പ്. കാരണം ഈ കുട്ടി ചെറുതായപ്പോൾ ആര് കണ്ടിട്ടുണ്ട്? സഫ്വാൻ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. സഫ്വാൻ പെട്ടെന്ന് പറഞ്ഞുപോയി, സൗജത്തു റസൂലില്ലാഹി ഫിത്വരീഖ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വഴിയിൽ വീണ് പോയിന്നോ, സുബ്ഹാനല്ലാഹ് എന്ന് സ്വയം പറഞ്ഞുപോയി. ആര്? സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഈ ശബ്ദം കേട്ടിട്ട് ഉണർന്നു ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലാഹു ഉമ്മാന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഇഖ്ലാസുള്ള മുത്തഖീങ്ങൾ അല്ലാഹു പെടുത്തട്ടെ. നമ്മളെ ഖൽബിന്റെ ഉള്ളിൽ ആ ഉമ്മാന്റെ മഹത്വം കൊണ്ട് അല്ലാഹു ഇഖ്ലാസിനെ നിക്ഷേപിച്ചേരട്ടെ. അങ്ങനെ അപ്പോഴത്തിന് എണീറ്റിരുന്ന് മൂടുപടം ശരിയാക്കി. അപ്പോഴത്തിന് ഒട്ടകത്തെ താഴ്ത്തി കൊടുത്ത് ആര്? സഫ്വാൻ റളിയല്ലാഹു അൻഹു. വേഗം മിണ്ടൊന്നും ചെയ്തില്ല, ഒട്ടകത്തെ താഴ്ത്തി. ഒട്ടകം താഴ്ത്തിയപ്പോഴത്തിന് ഒട്ടകപ്പുറത്തേക്ക് കയറി. പിന്നെ യാത്ര ചെയ്തു. ഉച്ചയായപ്പോഴത്തിന് യാത്രാ സംഘത്തിലേക്ക് ചേർന്നു. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആര്? മുനാഫിഖീങ്ങൾ. വേണ്ട തോന്നിയാസൊക്കെ അവർ പറഞ്ഞുണ്ടാക്കി. ഒരു നിരപരാധിയായ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ സംഭവിച്ചു പോയതാണ്. തോന്നിയാസം മുഴുവനും പറഞ്ഞുണ്ടാക്കി. അള്ളാഹുവിന്റെ റസൂലിന് ഇത്ര ആവേശമുള്ളൊരു സമയമല്ല. കാരണം ഈ പെണ്ണിനോട് റസൂലാക്ക് ഭയങ്കര ഇഷ്ടം. അത് എത്രയാന്ന് പറയാൻ കഴിയില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹിയുടെ ഇഷ്ടം, റസൂലുള്ളാഹിയുടെ ഖൽബിന്റെ ഒരു സന്തോഷം. ആയിഷ ബിബിയെ കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു സന്തോഷം. ഒന്ന്, ആരുടെ മകളാണ്? സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണ്. രണ്ട്, പട്ടിയിൽ പൊതിഞ്ഞ് സയ്യിദ്നാ ജിബ്രീൽ സ്വർഗത്ത് നിന്ന് ഇറക്കി കൊടുത്ത് കാണിച്ച രൂപമാണ് ആരുടേത്? ആയിഷ ബിബിയുടെ. മൂന്ന്, റസൂലുള്ള ജീവിതത്തിൽ ആദ്യമായി കല്യാണം കഴിച്ചനുഭവിച്ച ഒരു കന്യകയായ പെണ്ണ് ആയിഷ മാത്രമാണ്. മറ്റൊക്കെ വിധവകളാണ്. ഭയങ്കര ഇഷ്ടമാണ് റസൂലുള്ളാഹിക്ക്. ഈ പെണ്ണിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയപ്പോ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ പ്രതികരിക്കാനും വയ്യ. എന്തുകൊണ്ട്? തന്റെ കാര്യം വന്നപ്പോ റസൂലുള്ളാഹി അള്ളാഹിന്റെ തെളിവ് കാക്കാതെ പ്രതികരിച്ചെന്ന് മുനാഫിഖീങ്ങൾ അവിടെ മുതലെടുക്കും. റസൂലുള്ളാഹി മിണ്ടിയില്ല. ആയിഷ ബിബിയെ സമീപിച്ചില്ല. മാസത്തോളം കഴിഞ്ഞു. ആയിഷ ബിബി വെന്തു. റസൂലുള്ളാഹി ഒരുങ്ങി. ഭയങ്കര പ്രശ്നം ഉണ്ടായി. അവസാനം സൂറത്തു നൂർ ഇറങ്ങി. ആയിഷ ബിബി ബരീഅത്താണ്, പരിശുദ്ധയായും നിരപരാധിയുമായ പെണ്ണിനെ കുറ്റം പറഞ്ഞ ആളുകൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ആയത്തിറങ്ങി. എവിടെ? സൂറത്തു നൂർ. അപ്പൊ എല്ലാരും ഓടിച്ചെന്ന് ആയിഷ ബിബിയുടെ ആയിഷ എന്ന് പറഞ്ഞ്. അപ്പോൾ ആയിഷ ബിബി പറഞ്ഞു, ഞാൻ അയക്കന്തു ബിഫറഹി, എന്റെ സന്തോഷം ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഒട്ടകപ്പുറത്ത് കയറിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കപ്പോൾ തന്നെ ഉറപ്പാണ്. എനിക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. എന്തുകൊണ്ട്? ഞാൻ ലമ്മാറക്കിബത്തു, എനിക്കറിയായിരുന്നു അങ്ങനെ എനിക്കൊരാപത്തും സംഭവിക്കും. എനിക്കുറപ്പായിരുന്നു.
എന്തുകൊണ്ട്? സഫ്വാൻ തന്റെ ഒട്ടകത്തിന്റെ കഴുത്ത് പിടിച്ച് താഴ്ത്തി എനിക്ക് കയറാനുള്ള സൗകര്യം ചെയ്തപ്പോൾ സഫ്വാൻ, ഞാൻ സഫ്വാന്റെ ഒട്ടകപ്പുറത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ്. ആ യാത്രയിൽ മുഴുവനും ഞാൻ ചൊല്ലിയത് ഹസ്ബുനല്ലാഹു ഞാൻ റസൂലുള്ളാഹിന്റെ ഒട്ടകക്കെട്ടിലേക്ക് കയറുന്നത് വരെ ഞാൻ ചൊല്ലിയ വാക്ക് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ്. എനിക്കൊരു ഒന്നും സംഭവിക്കൂല, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഉമ്മുന ആയിഷ, അതാണ് ഈ വാക്ക്. മനസ്സിലായില്ലേ കുട്ടികളെ? ആരും മതി, അല്ലാഹു മതി. തൗഹീദാണ് ഇതൊക്കെ. തൗഹീദിനേക്കാൾ ഭംഗിയുള്ളൊരു വാക്കില്ല, അതിനേക്കാൾ ഒരു സൗന്ദര്യമല്ല. പക്ഷേ അത് പറഞ്ഞ് നടക്കണ പലർക്കും അത് മനസ്സിലായിട്ടില്ല. എന്താണതെന്ന് അവർക്ക് അറിയൂല. ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യം തൗഹീദിനാണ്. തൗഹീദിന്റെ വചനങ്ങളുടെ സൗന്ദര്യം ലോകത്തിലൊന്നുമില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബിൽ അലീമു ബികുൻഹി ഹാലി കാഫിയാ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. 450 വട്ടം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ചെല്ലണ. ഇടയില് ഒരു 50 or 100 വട്ടായാൽ എന്ത് ചൊല്ല? ഹസ്ബിൽ അലീമു ബികുൻഹി ഹാലി കാഫിയാ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഈ ബൈത്തിൽ പോലും ചില രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആരിഫീങ്ങളായ കുതുബീങ്ങൾ എഴുതി വെച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി ഫകഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം, ഏറ്റവും അറിവുള്ളവനായ അല്ലാഹു എനിക്ക് മതിയാകും. ബികുൻഹി ഹാലി കാഫിയ, എന്റെ അവസ്ഥയുടെ യഥാർത്ഥം കൊണ്ട് അറിയുന്നവൻ എനിക്ക് മതിയാകും. കാഫിയ, എല്ലാത്തിനും പോന്നവനായ നിലയിൽ, എല്ലാത്തിനും പോന്നവനായ നിലയിൽ എന്റെ യാഥാർത്ഥ്യം കൊണ്ട് അറിയുന്ന അല്ലാഹു എനിക്ക് മതിയാകും. ഏത് വിഷയത്തിൽ? ഫീ കുല്ലി മാ അർജൂഹു, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നടത്തിത്തരാനും, ഔ അഖ്ശാഹു, ഞാൻ ഭയപ്പെടുന്ന എല്ലാ കാര്യത്തെയും ഒഴിവാക്കി തരാനും എനിക്ക് അവൻ മതിയാവും. ഈ ബൈത്ത് 3 തവണ ചൊല്ലുന്നത് നല്ലതാണ്. ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലിന്റെ ഇടയിൽ ഈ ബൈത്ത് 3 തവണ ചൊല്ലുന്നത് നല്ലതാണെന്ന് മഹത്തുക്കളായ ആരിഫീങ്ങൾ എഴുതി വെച്ച കിതാബുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്ബിൽ അലീം, ഒന്ന് ചെല്ല്. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഒന്നുകൂടെ. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം ബികുൻഹി ഹാലി കാഫിയ ഫീ കുല്ലി മാ അർജൂഹു ഔ അഖ്ശാഹു. ഹസ്ബിൽ അലീം, എല്ലാം അറിയുന്നവൻ എനിക്ക് മതിയാകും. ബികുൻഹി ഹാലി, എന്റെ അവസ്ഥയുടെ യാഥാർത്ഥ്യം കൊണ്ട് അറിയുന്നവൻ എനിക്ക് മതിയാകും. കാഫിയ, എല്ലാത്തിനും പോന്നവനായ നിലയിൽ, എല്ലാത്തിനും പോന്നവനായ അവൻ എനിക്ക് എന്റെ എല്ലാ കാര്യത്തിനും, ഏത് വിഷയത്തിലെല്ലാം, ഫീ കുല്ലി മാ അർജൂഹു, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തിത്തരാനും, ഔ അഖ്ശാഹു, ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കി തരാനും.
കിട്ടേണ്ടതൊക്കെ കിട്ടാനും ഒഴിവാകേണ്ടത് ഒഴിവാകാനും ആണല്ലോ എന്ത് ചൊല്ലണത്? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഒക്കെ നടത്തി കിട്ടാനുള്ള ബർക്കത്തിന് വേണ്ടി 3 വട്ടം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. ഫിറ്റായിരിക്കും. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. نروح جلّا നടന്നിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം നമുക്ക് ആരും മതി, അല്ലാഹു മതി. എല്ലാ കർമ്മം നടത്തി തരുന്നവനാണ് അല്ലാഹു ജല്ല ജലാലാണ്. പിന്നെ ഇത് പേടിക്കാനാണുള്ളത്. നമ്മൾ അല്ലാഹുവിനെ പേടിക്കണം. ഈ ഇരിക്കാലിയായ മനുഷ്യൻ എന്തിനാ വിശ്വസിക്കുന്നത്? അവനെ വിശ്വസിക്കും വേണ്ട, അവനെ നിന്ദിക്കും വേണ്ട. ആരെ വിശ്വസിച്ചാൽ മതി? ജല്ല ജലാലായ സുബ്ഹാനഹു വിശ്വസിച്ചാൽ മതി. ഒരു ചുക്കും വരാൻ ആർക്കും കഴിയില്ല. ലാ യളുറുക്കും, നിങ്ങളെ ഒരിക്കലും ഒരാൾക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. മന്നല്ല, പിഴച്ചു പോയ ആളുകൾ നിങ്ങളെ ഒരു പ്രയാസത്തിലും ഉണ്ടാക്കാൻ കഴിയില്ല. ഇതൊക്കെ തടയിട്ടും നിങ്ങൾ നേരായ വഴിക്ക് നീങ്ങിയാൽ. എന്തേ പറഞ്ഞ നിങ്ങൾ നേരായ വഴിക്ക് നീങ്ങിയാൽ പിഴച്ച കക്ഷികൾക്ക് നിങ്ങളെ മേൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, സാധിക്കൂല. പിന്നെന്തിനാ അങ്ങനെ പഠിക്കണം? അതുകൊണ്ട് ജല്ല ജലാലായ അവസാനിപ്പിക്കാം. ജല്ല ജലാലായ സുബ്ഹാനെ അംഗീകരിക്കാം. ജല്ല ജലാലായ സുബ്ഹാന്റെ മഹത്വത്തെ മനസ്സിലാക്കുക. ജല്ല ജലാലായ സുബ്ഹാന്റെ മഹത്വത്തെ വാഴ്ത്തുക. ജല്ല ജലാലായ സുബ്ഹാനെ പറ്റി പറയുക. ജല്ല ജലാലായ സുബ്ഹാനത്തെ പറ്റി പഠിക്കുക. അത് പഠിക്കാൻ പോലും ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ നമുക്ക് അള്ളാഹിനെ പറ്റി ദുനിയാവിന്റെ കാര്യങ്ങൾ, ശരീഅത്തിന്റെ പൊതു നിയമങ്ങൾ, അതിനെ പഠിച്ചവർക്ക് ആലിം എന്ന് പറയും. അള്ളാഹിനെ പഠിക്കുന്നവർക്ക് ആരിഫ് എന്ന് പറയാം. അവിടെ പോലും വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഈ ലോകത്തെ ഏത് വിവരം പഠിക്കുന്നവർക്ക് ആലിം എന്ന് പറയാം. അള്ളാഹിനെ പഠിച്ചവർക്കോ ആരിഫ് എന്ന് അറിയാം. അവിടെ വാക്കിൽ പോലും വ്യത്യാസമുണ്ട്. ആലിം ആരിഫ് അല്ലെങ്കിൽ പിന്നെ ആലിം ഫജറാണ്. നോക്കാക്കട്ടെ. എന്താ പറഞ്ഞേ? ലൗലം യകുനിൽ ആലിമു ആരിഫൻ ഫയകുനു ഫജറ. ആലിം ആരിഫായിട്ടില്ലെങ്കിൽ ആലിം ഫജറാണ്. ഒരു ആലിമിന് ശരിയാത്തിന് നിയമം അറിയും. ആരെ പറ്റി അറിയില്ല? അള്ളാഹിനെ പറ്റി അറിയില്ലെങ്കിൽ ആ ആലിമ് തമ്മാടിയോ. അതാണ് ഇന്ന് കാണുന്ന കുഴപ്പത്തിന് അടിസ്ഥാനം. എവിടെ കുഴപ്പമുണ്ടോ ആ അടിസ്ഥാനം അതാണ്. ഇൽമുണ്ട്, എന്തില്ല? മാരിഫത്തില്ല. ഇൽമുണ്ട്, എന്തില്ല? മാരിഫത്തില്ല. ഇൽമ് പറഞ്ഞാൽ പൊതുവായ നിയമങ്ങൾ അറിയാം. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനറിയാം. എത്ര പഠിച്ചാൽ തീരൂല. എന്നാൽ പഠിക്കാൻ നോക്കിയെങ്ങനെ വേണ്ടേ? ആ വിവരത്തിന് പോലും വേറെ പേരാ. ഈ ദുനിയാവിലെ എല്ലാ കിതാബും കലക്കി കുടിച്ചാൽ അവൻ എന്താ പറയാ? ആലിം എന്നറിയും. അള്ളാഹിനെ പറ്റി അറിഞ്ഞ ആൾക്ക് ആരിഫ് എന്ന് വേറെ പറയും. ആലിം ആരുമാകണം? ആരിഫുമാകണം. ആലിം ആരിഫായിട്ടില്ലെങ്കിൽ ലൗലം യകുനിൽ ആലിമു ആരിഫൻ ഫയകുനു ഫാജിറ. ആലിം ആരിഫായിട്ടില്ലെങ്കിൽ പിന്നെ ആലിം ഫാജിറും തമ്മാടിയോ. കാരണം ദുനിയാവിന്റെ വിവരങ്ങളും ശരീഅത്ത് നിയമങ്ങളും ഒക്കെ അറിയും. ആരെപ്പറ്റി അറിയില്ല. ഇതൊക്കെ കൽപ്പിച്ച് ആരെപ്പറ്റിയും അറിയില്ല. അള്ളാഹിനെ പറ്റി അറിയില്ലെങ്കിൽ പിന്നെ തമ്മാടിയാ. പിന്നെ ആ ഇൽമ വിറ്റ് ജീവിക്കാൻ നോക്കും. ഓരോ ഇൽമ വിൽക്കും. ഓനെ ആരെ പറ്റി അറിയില്ല. ആരെ പറ്റി അറിയില്ല. അറിയേണ്ടത് ആരെ പറ്റിയാ? അള്ളാഹിനെ പറ്റിയാ. ഒരാൾ ആരിഫാണെങ്കിൽ ഞാൻ ആരിമായിട്ടില്ലെങ്കിലും അവൻ പോയി പഠിച്ചിട്ടെങ്കിലും നന്നാവും. മനസ്സിലായില്ല? ഒരാൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയാൽ തനി നാടനായാൽ മതി. നാടന്മാര് ആരിഫ്യങ്ങളുണ്ടാവും. നാടന്മാരുണ്ടാവും. ആര്? ആരിഫ്യങ്ങളുണ്ടാവും. നാടന്മാരായ ആരിഫ്യങ്ങളുണ്ടാവും. തനി നാടന്മാര്, ഒരു കിതാബ് ഓതാത്തവര്. പക്ഷെ അള്ളാഹിനെ പറ്റിയുള്ള വിവരം അവരെ കൽബിലേക്ക് ഇട്ടുള്ളൂ. ആരാണ് ഒരു ഉസ്താദ്? അറിയില്ല. അവർ ഉസ്താദ് ആരെന്നെയാണ്? അള്ളാഹിനാണ് ഉസ്താദ്. അള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന് കൊടുക്കും ഉള്ളിന്റെ ഉള്ളിലേക്ക്. അത് മതിയാവും. പിന്നെ ദുനിയാവ് നിസാരവും അള്ളാഹിന്റെ വെളിച്ചം വലുതായിട്ട് അവന് ബോധ്യപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. കുട്ടികളെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ലോകത്ത് നിന്ന് രഹസ്യജ്ഞാനങ്ങൾ എടുത്തു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിനെ ശുദ്ധീകരിക്കണമെന്ന ചിന്ത ഇന്ന് ഇല്ല. മനസ്സ് എന്നൊരു കാര്യത്തിനെ പറ്റി പോലും മനുഷ്യൻ ആലോചന ഇല്ല. അതാണ് മനുഷ്യൻ ഇന്ന് നശിക്കാനുള്ള കാരണം. അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മളെ കാര്യത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ നമ്മളെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി, നമ്മളെ ഉള്ളിൽ ഇഖ്ലാസും അള്ളാഹിന്റെ മഅരിഫത്തും ഉണ്ടാകാൻ വേണ്ടി യാസീനോട് ഒന്നുമില്ലാത്തതിനോട്